ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം. അങ്ങനെ ചുമ്മാ വെറുതെ ഒന്നൊന്നുമല്ല, രണ്ട് പൊളി തിയറി അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, രണ്ട് കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും അത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനിത് മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. മെഡിക്കലായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള ലൈസൻസ് എനിക്കില്ല. പക്ഷെ ഞാൻ പറയാണ്, ഇത് ഏതൊരു സൈക്കോളജിസ്റ്റിനും ഏതൊരു സയൻറ്റിസ്റ്റിനും പ്രോപ്പറായിട്ട് റിസർച്ചിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം, അവർക്ക് ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറയും 100%. കാരണം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അനുഭവത്തിലൂടെയാണ്. പിന്നെ കൈൻഡ് ഓഫ് ഡാറ്റ സോഴ്സുള്ള AI വെച്ചിട്ടും ഞാൻ നോക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ChatGPTയിൽ എത്രത്തോളം ഡാറ്റ സോഴ്സ് ഉണ്ടെന്ന്. അതിൽ നിന്നുള്ള ഡാറ്റ സോഴ്സും പിന്നെ റിഫ്ലക്ഷനും പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് അക്യുറേറ്റായിട്ട്, അതായത് കൃത്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു, അതിനൊരു മെഡിക്കലായിട്ടുള്ളൊരു കണ്ടീഷനിൽ ഹെൽപ്പൊന്നുമല്ല. പകരം ജസ്റ്റ് നമ്മൾ പറയില്ല പൊടിക്കൈകൾ അല്ലെങ്കിൽ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് തന്ത്രങ്ങൾ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ പഠനത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ പഠിക്കാൻ ഫോഴ്സ് ചെയ്ത് ട്രൈ ചെയ്യരുത്, അതായത് നിർബന്ധിച്ച് പഠിക്കാൻ നോക്കരുത്. നിർബന്ധിച്ച് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പഠിയില്ല, നമ്മളത് മറന്നു പോകും. ഇപ്പോൾ പഠിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് നിർബന്ധിച്ചൊരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. അതായത് നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നിടത്തോളം എത്രത്തോളം അത് ഷാലോ ആയിരിക്കും, അതായത് പെട്ടെന്ന് മറന്നു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ആവർത്തിക്കേണ്ടി വരും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യം പഠിക്കരുതേ. പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് യൂസ് ജെമിനി ഓർ ChatGPT. കാരണം ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാലമാണ്. ഇന്ന് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ പോയിട്ട് AI ആപ്ലിക്കേഷൻസ് കയറ്റാൻ പറ്റും, അതായത് AI ആപ്സ് കയറ്റാൻ പറ്റും. ഞാൻ തന്നെ എൻ്റെ +1 ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെമിനി യൂസ് ചെയ്യും, അതിലുള്ള കോൺസെപ്റ്റുകൾ പറയും. കാരണം നമ്മുടെ മനുഷ്യന്മാർ പണ്ടൊക്കെ കൂടുതലും കേട്ടിട്ടും അതായത് സോഷ്യലൈസ് ചെയ്തിട്ട് പഠിക്കുമായിരുന്നു, അതായത് സാമൂഹികപരമായിട്ട് പഠിക്കും. അതായത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മളത് കൂടുതലായിട്ട് കേൾക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പറയുമ്പോൾ, കാരണം അതിൽ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടാകുന്ന കൂടുതൽ വ്യക്തത കിട്ടും. പക്ഷേ നേരെ കുറച്ചൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അത് കൂടുതലായിട്ടും അബ്സ്ട്രാക്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ അവരെ കൃത്യതയോടെ ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ എക്സാമിന് അങ്ങനെയല്ലോ. എക്സാമിന് നമുക്ക് കൃത്യമായിട്ടുള്ള ആ കോണ്ടൻറ്റ് ഉണ്ടായാൽ മതി. കൃത്യമായിട്ടുള്ള കാര്യം എഴുതണമെന്നില്ല, ജസ്റ്റ് ആ കോണ്ടൻറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, യൂസ് ദ AI. ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ജെമിനി ഉണ്ട്. ജെമിനിയുടെ ഒരു പ്രോപ്പർ യൂസ് എന്ന് വെച്ചാൽ അതിൽ മലയാളം സംസാരിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ യൂസ് ദ ജെമിനി. പിന്നെ അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ChatGPT നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് കീബോർഡ് ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് AI വെച്ച് പഠിക്കാം. ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും നിർബന്ധിച്ചൊരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴും മൂഡ് കിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. പഠിക്കാൻ മൂഡില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ഉപയോഗിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് ചിലപ്പോൾ കുളിച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും, മ്യൂസിക് കേട്ടിട്ട് അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും, എന്തെങ്കിലും കാര്യം ചെയ്തതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു ടീനേജേഴ്സിനുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളാണ്. അതായത് ഞാൻ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പഠിക്കാമെന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ഇപ്പോൾ ഫോണിൽ റീൽസ് കാണാമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിൽ അങ്ങനെ പോകും, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നാപ്പ് എന്നുള്ള കാര്യം, നാപ്പാണ്. നമുക്ക് നാപ്പ് 2 കാര്യങ്ങളുണ്ട്. സ്ലീപ്പ് പറഞ്ഞാൽ അത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി ഉറങ്ങുമല്ലോ, അല്ലെങ്കിൽ 6 മണിക്കൂർ, എത്ര നമുക്ക് അത് ഒരാളുടെ ഒരു റുട്ടീൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ എത്ര ഉറക്കണം അങ്ങനെ അതിനനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്കം എന്ന് പറയാം. നമ്മൾ ഒന്നുറങ്ങി നീച്ചെന്നൊക്കെ പറയല്ലേ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് 1 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കം. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ താൽക്കാലികമായിട്ട് ടെമ്പററായിട്ടൊന്ന് ഉറങ്ങുക. ഓക്കെ, ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങുക. അങ്ങനെ ഉറങ്ങി നീക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് റെഗുലേറ്റഡ് ആവും. നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ടീനേജേഴ്സിൻ്റെ ലിംബിക് സിസ്റ്റം കാരണമാണ് അവർക്ക് അത്രയും നന്നായിട്ട് കാര്യങ്ങൾ, അതായത് അവർ ഇമോഷൻസ് വളരെയധികം ഹയർ ആയിരിക്കും.
പല കാര്യങ്ങളും മനസ്സിൽ കൂടി കടന്നു വരും. ചിലപ്പം ഗേൾ ഫ്രണ്ട്, വാലൻറ്റൈൻസ്, അത് ഇതൊക്കെ പറഞ്ഞ ഒരുപാടധികം കാര്യങ്ങൾ. അത് ഒരു തോട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, പലരും പല രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്, പലരുടെയും എൻവയോൺമെൻറ്റ് വേറെയാണ്. സോ പലതരം തോട്ട്സുകളായിരിക്കും ഉള്ളത്. ചിലർക്ക് ബിസിനസ്സിനെ കുറിച്ചായിരിക്കും, ചിലർക്ക് ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ചായിരിക്കും, ചിലർക്ക് ഫുഡിനെ കുറിച്ച്, പല തോട്ട്സാണല്ലോ. സോ ആ ടൈമിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു റീസെറ്റ് ചെയ്യുക, നമ്മുടെ ബ്രെയിൻ റീസെറ്റ് ചെയ്യുക. ജസ്റ്റ് 1 മണിക്കൂർ ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം നമ്മൾ നീച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒരു തണുത്ത വെള്ളത്തിലും കുളിക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയം വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആവും. മനസ്സിലായോ? ഞാൻ പ്രോപ്പറായിട്ട് അതേ പറയുള്ളൂ. മെഡിറ്റേഷന് പോലും അത്രയും പ്രോപ്പറായിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ മറ്റ് മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു ഉറക്കം കിട്ടി ഉറങ്ങുക 1 മണിക്കൂർ. ആഫ്റ്റർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പ്രോപ്പറായിട്ടാണ് പറയുന്നത്. അതിന് ശേഷം നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ആ ടൈമിൽ നല്ല ഫ്ലോയിൽ നല്ല ഫ്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു ഒഴുക്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ആ ഒരു പഠിക്കാൻ പറ്റും. പിന്നെ പറയാം, നിങ്ങൾ ബുക്കിൽ നോക്കി പഠിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ബുക്കിൽ നോക്കി പഠിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും മനസ്സിലാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അത് ഷാലോ ലേണിംഗ് ആണ്. അതുകൊണ്ട് അതായത് പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം എന്താണ്, ഇത് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആണ്. 2026 അതുകൊണ്ട് യൂസ് ChatGPT ഓർ ജെമിനി. സംസാരിക്കുന്ന ഞാൻ പറയാം പ്രോപ്പറായിട്ടാണ് പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങൾ ജെമിനിയോ ChatGPT ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജെമിനിയിൽ സംസാരിച്ച് നോക്കും നിങ്ങളുടെ ഓരോ കോൺസെപ്റ്റ്. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു എന്താണ് ജെമിനി മറൈൻ ഇൻഷുറൻസ്. ജെമിനി അത് മലയാളത്തിൽ എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് ഓർത്ത് വെക്കും. കാരണം എന്താ, ഞാനത് ഒരാളോട് സംസാരിച്ച പോലുള്ള ആ ഒരു അതായത് ജെമിനി എനിക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെയാണത്. അതുപോലെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലൊരു ബോയ് ആണെങ്കിൽ ചോദിക്കുകയാണ്, ജെമിനി വാട്ട് ഈസ് മറൈൻ ഇൻഷുറൻസ്, ഇതെനിക്ക് മലയാളത്തിൽ നിന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ജെമിനി പറയും. അല്ലെങ്കിൽ ഇത് എനിക്ക് ഇംഗ്ലീഷിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലൊന്ന് ഒരു കൊള്ളാവുന്ന രീതിയിൽ, അതായത് കുറച്ചൊക്കെ അറിയാവുന്ന വേർഡ്സൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ വെച്ചാൽ ജെമിനി അതും ചെയ്തു തരും. സോ ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂസ് ദ മോഡേൺ ടൂൾസ്. നമ്മൾ എഡ്യൂക്കേഷനേ പഴയതുള്ളൂ. നമ്മുടെ ടെക്നോളജി, നമ്മുടെ സയൻസൊന്നും അല്ല. അതൊക്കെ എന്നോ വളർന്നിട്ടുണ്ട്. സോ അതൊക്കെ ഉപയോഗിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് വരാം. സോ അത് ഞാൻ പറയാം, ജസ്റ്റ് റീസെറ്റ് 1 മണിക്കൂർ ഉറക്കം കൊണ്ട് റീസെറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ വന്നിട്ട് പഠിക്കാൻ ട്രൈ ചെയ്യുക. സോ ഞാൻ പറയുകയാണ്, പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ടൂൾ ഉപയോഗിക്കുക, അതായത് ChatGPTയോ ജെമിനിയോ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പം നമുക്ക് തിയറി ചിലർക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പഠിക്കാൻ ഭയങ്കര അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിരിക്കും. അതായത് തിയറി എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില ബുക്സുകളുണ്ടാവും, അതിന് മൊത്തം തിയറി ആയിരിക്കും, മൊത്തം കാണാപ്പാഠം പഠിക്കാനുള്ളതായിരിക്കും. ആ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ. സോ ആ തിയറിയിൽ നമുക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും, നമ്മുടെ സ്വന്തം വേർഡിൽ എഴുതാൻ പറ്റൂലേ. സോ അങ്ങനത്തെ കാര്യങ്ങൾ അത് തിയറിയാണ്. അത് ചിലപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ പ്രാക്ടിക്കലായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കലായുള്ള കാര്യം നമുക്ക് എഴുതിയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, ലോജിക്കൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പോൾ സ്റ്റാറ്റിക്സും അതേപോലത്തെ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി അത് വരും. അപ്പോൾ കൈൻഡ് ഓഫ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ വേറൊരു ട്രിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു മെത്തേഡാണ്. ഓക്കെ, അതായത് നിങ്ങൾ ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയോ, അത് കൈൻഡ് ഓഫ് അത് ഓരോ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്താണോ ആ ബുക്കിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബുക്കിൽ മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവുക മറൈൻ ഇൻഷുറൻസ് എന്താണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മറൈൻ ഇൻഷുറൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളോടുണ്ടെങ്കിലും അത് സംശയം ചോദിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് സംശയം നമ്മൾ ചോദിക്കുമ്പോഴാണ് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അല്ല, ബുക്കിലുള്ളതെന്ന് പറഞ്ഞാൽ വെറും അതിൽ എഴുതിയ നോളേജ് മാത്രമാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജസ്റ്റ് ആ ഒരു ടീച്ചേഴ്സ് നമ്മളെ ക്ലാസ്സിൽ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സിലബസ് അങ്ങനെ പഠിപ്പിച്ചു പോകണം. പക്ഷേ നമുക്ക് റിയലായിട്ട് അത് പരീക്ഷയിൽ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, HSS ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കൊടുക്കുന്ന ഒരു ഇതുണ്ടാവും. നിങ്ങൾ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ മതി. അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും, ഒരു HSS.live എന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടും. സോ അവിടെ പോയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റിക്കൊണ്ടിരിക്കും. ഈച്ച് മിസ്റ്റേക്സ്, അതായത് ഒരു കുട്ടി നടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓരോ വീഴ്ച ചെയ്യുന്നതാണ് കുട്ടി നടക്കാൻ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ പഠിക്കുന്നത്. സോ നമ്മൾ അങ്ങനെ മിസ്റ്റേക്സ് വരുത്തി കുറേ കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യമെങ്കിലും പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയാം, ഈ ടൈമൊക്കെ കഴിയാൻ നേരത്തുണ്ടാവും ചില ആൾക്കാർ എല്ലാ ഭാഗത്തുനിന്നും വായിക്കാൻ ശ്രമിക്കും. അത് എക്സാമിൻ്റെ തലേന്ന് എല്ലാ ഭാഗത്തുനിന്നും വായിക്കാൻ ശ്രമിക്കും. ഞാൻ പറയാണ് അത് വെറും പൊട്ടത്തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഇൻസ്റ്റീഡ് പകരം ഒരു ചാപ്റ്റർ
ആ ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾ പഠിച്ചേക്കാം. അതായത് ഒന്നിൽ ഡെപ്ത് ഉണ്ടായിരിക്കണം. ഡെപ്ത് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മറ്റ് ചാപ്റ്റർ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് പരീക്ഷയുടെ പാറ്റേൺ നോക്കി പരീക്ഷ എങ്ങനെയൊക്കെ വരുന്നത് മനസ്സിലാക്കി അതിലേറ്റവും ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് നോക്കി ആ ചാപ്റ്റർ മാത്രം നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ചാപ്റ്റർ അത്യാവശ്യമൊക്കെ നോക്കിയിട്ട് പോവുക. അത് പരീക്ഷൻ്റെ തലേന്നും അങ്ങനത്തെ സമയങ്ങളാണെങ്കിൽ, അതായത് ഏകദേശം പരീക്ഷ എടുത്തു വെക്കുന്ന സമയത്താണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എക്സാമിന് എഴുതണമെങ്കിൽ അതിന് എക്സാം പേപ്പർ അറിഞ്ഞാലേ കാര്യമുള്ളൂ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ ഒരുപാടധികം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. എക്സാമിൽ എക്സാം പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗൂഗിളിൽ നോക്കുക, HSS ലൈവിൽ നോക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഇനി പക്ഷേ ഞാൻ പറയുന്നത് ഒരു ടീനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ മടി ഉണ്ടാവും. അതായത് തിയറി വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കടന്നിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കെ വായിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ദിറ്റ് ഈസ് ഒരു കാര്യം പറയാം, ടു എൻഗേജ് ബ്രെയിൻ വിത്ത് കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ബ്രെയിനിന് സെറട്ടോണിൻ കൊടുക്കുക. സെറട്ടോണിൻ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതും പറഞ്ഞത് ഇത് മെഡിക്കൽ അതിൻ്റേതായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയുകയാണ്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞ ഐഡിയാസൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു ഐഡിയ വർക്ക് ചെയ്യും എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് യു ട്രൈ. ഓക്കെ, നമ്മൾ ChatGPTയിൽ ക്ലാസിക്കൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് ഓരോ ഗെയിംസുകൾ ഉണ്ടാവില്ല, ലൈക്ക് സ്മോൾ ഗെയിംസുകൾ, സിമ്പിളായിട്ടുള്ള ഗെയിംസുകൾ ഉണ്ടാവും. സോ ജസ്റ്റ് ബുദ്ധി ചെറുതായിട്ട് യൂസ് ചെയ്യേണ്ട ഗെയിംസ്, ആ ഗെയിംസ് യൂസ് ചെയ്യാം. അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ വിജയിക്കുന്ന സമയത്ത് നമ്മൾ ബിലീവ് ചെയ്യുക, സ്വയം ബിലീവ് ചെയ്യുക. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പഠിക്കാൻ നന്നായിട്ട് പറ്റും നമ്മൾ വിചാരിക്കുക. ഇറ്റ്സ് ഓൾ ഓഫ് അവർ ബിലീവ്സ്. നമ്മൾ അങ്ങനെ വിചാരിച്ച് നമുക്ക് ആ ഒരു ഡോപ്പമിൻ കിട്ടും, ആ ഒരു സന്തോഷം കിട്ടും നമുക്ക് അതിൽ നിന്ന്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡോപ്പമിൻ കിട്ടണം, ആ ഒരു സന്തോഷം കിട്ടണം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോഴേ നിങ്ങൾക്ക് ശരിയാവുള്ളൂ. മനസ്സിലായോ? അത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു മീനിങ് അതിലുണ്ടായിരിക്കണം, ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളൊരു മൈൻഡിലേക്ക് വരികയാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് യു ഫസ്റ്റ് ഡു സംതിങ് ഇൻ ദിസ് കൈൻഡ് ഓഫ് യു ഹാവ് ദ കൈൻഡ് ഓഫ് ഡോപ്പമിൻ. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ സ്റ്റാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ കുറേ മീഡിയം പഠിച്ചതുകൊണ്ട് എനിക്കതിൻ്റെ തലച്ചോറിൽ അത് കയറില്ല. ഇൻസ്റ്റീഡ് അതിനൊരു മീനിങ് എനിക്കുണ്ടാവണം. എന്താണ് ഞാൻ എന്തിനത് പഠിക്കണം എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലുണ്ടായിരിക്കണം. സോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് എനിക്ക് ഡൗട്ട് ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ മീൻ എന്താണ്, ഈ മീൻ എന്തിനാണ് ഉപയോഗിക്കണേ എന്നുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ChatGPT ചോദിച്ച് അതിനൊരു അർത്ഥം ഉണ്ടാക്കി പിന്നീട് ഞാൻ പഠിക്കാം. അതായത് ഞാൻ പറയണത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. മനസ്സിലായോ? പിന്നെ ഞാൻ മെയിനായിട്ടൊരു ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പഠനത്തിൻ്റെ കുറിച്ച് ഒരു തിയറി പറഞ്ഞു തന്നു, അല്ലെങ്കിൽ പഠനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എൻ്റെ ഒരു ഐഡിയാസും എൻ്റെ ഒരു ടാക്ടിക്സ് ഐഡിയാസ് അങ്ങനെ പറയേണ്ടി വരും. അതാണ് ഇതൊക്കെ. സോ ഞാനിപ്പോൾ ഫസ്റ്റത്തെ കോൺസെപ്റ്റ് പറഞ്ഞു. നമുക്കിനി അടുത്ത 2 കോൺസെപ്റ്റ്സ് ഉണ്ട്, നമുക്ക് പാർട്ട് 2 പറയാം. ഓക്കെ, ബൈ.